ഹലോ അസ്സാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡായിട്ട് വെച്ചിരിക്കുന്ന കപ്പ് കേക്കും ജാർ കേക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഫോണ്ടൻറ്റ് വെച്ചിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആകും. അപ്പം നമ്മൾ ഓൾറെഡി ഞാനിവിടെ കേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ചോക്ലേറ്റ് കേക്കാണ് ചെയ്തത്. അപ്പോൾ ചോക്ലേറ്റ് കേക്കൊക്കെ നമ്മൾ ഒരുപാട് മുന്നേ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസിങ് ചെയ്തിട്ടുള്ളത് സാധാ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് ഗനാശ് ചേർത്തിട്ടുള്ള രീതിയിലാണ് വിപ്പിംഗ് ക്രീം ഐസിങ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടിങ് കൊടുക്കാനായിട്ട് ഈ ഒരു ബ്ലൂ കളറിലാണ് നമ്മുടെ കേക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഷുഗറിൻ്റെ നേവി ബ്ലൂ കളറ് ഒരു ഡ്രോപ്പ് മാത്രം അല്പം ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് ഈ ഒരു കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു കോട്ടിങ് കൊടുക്കാം. അപ്പോൾ ഞാനിത് നോസിൽ വെച്ചിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഒരേ രീതിയിൽ ക്രീം ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഐസിങ് ചെയ്യാനൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുത്തിട്ട് ഒരുപാട് തിക്നെസ്സിലൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ എന്നെക്കാളും പെട്ടെന്നൊക്കെ ചെയ്യുന്നവരുണ്ടാവും. നമുക്ക് എത്രത്തോളം പ്രാക്ടീസ് ആയിട്ട് വരുന്നോ അത്രയും നമുക്കിത് എളുപ്പത്തിൽ നല്ല ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നല്ല സമയമെടുത്ത് തന്നെ ചെയ്യുക. ആദ്യമൊക്കെ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നോളും. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കുക. കാരണം നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ടോപ്പേഴ്സൊക്കെ മാത്രമല്ലേ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാൻ കുറച്ച് കപ്പ് കേക്ക്സ് ഒരു 6 കപ്പ് കേക്ക്സ് കൂടി ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ് കേക്കിൻ്റെ വീഡിയോ ഞാൻ വാനിലയുടെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ല ചോക്ലേറ്റിൻ്റെ വീഡിയോ ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഒരു അരക്കപ്പ് ക്രീമിൽ അരക്കപ്പ് ചോക്ലേറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ചോക്ലേറ്റ് ഗനാഷാണ്. നല്ലപോലെ തണുത്തതിന് ശേഷം കുറച്ച് നമ്മുടെ കപ്പ് കേക്ക്സിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ബാക്കി വന്ന ആ ഒരു ക്രീം വെച്ചിട്ട് റോസറ്റോ നോസിലോ കൊണ്ട് ഞാനിതുപോലെ N1 നമ്പറുള്ളതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു റോസസ് വരച്ചു കൊടുത്തു. ഇനി അതും ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോൾ ഉണ്ടാക്കണം. അതായത് ഞാൻ ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ള ഒരു ഫുട്ബോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഹെക്സഗണായിട്ട് ഞാൻ 2 പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് വലുതും ഒന്നതിനേക്കാൾ കുറച്ച് ചെറുതും. അപ്പോൾ വലിയത് ഞാൻ വൈറ്റ് കളറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫോണ്ടൻറ്റിലേക്ക് കുറച്ച് തൈലോസ് പൗഡർ കൂടി ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അത് മെൽറ്റ് ആവാതെ ഇരിക്കാനും നല്ല രീതിയിൽ നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു തൈലോസ് പൗഡർ. അത് നന്നായിട്ട് ചേർത്തിട്ട് ഒരല്പം ചേർത്താൽ മതി. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, മാവിലേക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഈ ഒരു ഫോണ്ടൻറ്റിൽ. എന്നിട്ട് നമുക്ക് പരത്തിയതിന് ശേഷം ഞാൻ ഒരു പേപ്പർ പീസ് ഹെക്സഗൺ ഷേപ്പിലുള്ള പേപ്പർ പീസ് വെച്ചിട്ട് ഈ ഒരു കട്ടർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടറൊക്കെ ഇപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ കേക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ ഇതുപോലത്തെ ബ്ലേഡ് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പീസസ് കട്ട് ചെയ്തു. ഇനി ആ ഒരു ചെറിയ സൈസിലുള്ള ഹെക്സഗൺ ഈ ഒരു ബ്ലാക്കിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഫുട്ബോൾ. അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കൂടി ഞാൻ ബ്ലാക്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗമ്മിന് പകരം വെള്ളമാണ് ഫോണ്ടൻറ്റിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചോക്ലേറ്റ് നമ്മുടെ സാധാ ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൽ ഗനാഷ് കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ പീസ് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ വെള്ളം കൊണ്ട് തന്നെ അത് ഒട്ടി നിന്നോളും. ആദ്യം ഒരു ബ്ലാക്ക് പീസ് വെച്ചു, പിന്നെ അതിന് ശേഷം വൈറ്റ് വെച്ചിട്ട് അതിൻ്റെ എല്ലാ സൈഡ്സിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്ക് എത്രത്തോളം ഒരു ഫുട്ബോളിൻ്റെ രീതിയിൽ വരുന്നത് വരെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം.
അപ്പോൾ ആ രീതിക്ക് ഫുട്ബോൾ വരുന്നത് വരെ നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. റൗണ്ടിൽ മുഴുവനായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ മുക്കാൽ ഭാഗമോളേ ചെയ്തിട്ടുള്ളൂ. കാരണം കുറച്ച് ഭാഗം നമ്മുടെ കേക്കിൽ അവിടെ വെക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. കുറച്ച് തിരക്കിലായിരുന്നു ഈ ഒരു ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ മുഴുവനായിട്ട് ബോളാക്കി എടുത്തിട്ടില്ല. എന്നാലും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അതൊരു ബോളായിട്ട് തന്നെ ഫുട്ബോളിൻ്റെ രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ സൈഡ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പം നമ്മുടെ ഫുട്ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ ഫോണ്ടൻ വർക്കൊക്കെ നമ്മൾ ഒരു ദിവസം മുന്നേ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ പക്ഷേ കുറച്ച് തിരക്കിൽ വൈകുന്നേരം തന്നെ രാത്രിക്കുള്ള കേക്കിൽ വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിലൊന്നും അല്ല വെക്കണ്ടേ, പുറത്ത് വെച്ചിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ റെഡ് കളറിലും അതുപോലെ ഒരു 4 കളറിൽ ഒരു കുഞ്ഞു 4 ബ്ലോക്സ് പോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ബ്ലോക്സിലാണ് നെയിം എഴുതാമെന്ന് വിചാരിക്കുന്നത്, ഓരോ സ്പെല്ലിംഗ് ആയിട്ട് 4 സ്പെല്ലിങ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഷേപ്പിൽ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് പോലെ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതും ഒന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കണം. അതുപോലെ ഞാൻ 4 കളേഴ്സിൽ 4 എണ്ണം ഈ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു കളേർഡ് ഫോണ്ടൻറ്റ് ഞാൻ ഉണ്ടാക്കിയത് സാധാ വൈറ്റ് ഫോണ്ടൻറ്റ് വാങ്ങിച്ചിട്ട് അതിൽ ജെൽ കളർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം മുന്നേ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആ ഒരു കളറായിട്ട് മറ്റുള്ള ഫോണ്ടൻറ്റിലേക്ക് ആ ഒരു കളർ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാറാണ്, പല കളേഴ്സിലായിട്ട്. എന്നിട്ട് നല്ല റാപ്പ് ഷീറ്റ് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാറാണ്. ഇനി ഈ ഒരു ഫോണ്ടൻ കട്ടർ വെച്ചിട്ട് ഒരു ഫ്ലവർ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഒന്നിച്ചിട്ട് കുറേ കട്ടേഴ്സിൻ്റെ സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് 1-2 കട്ടേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ഇപ്പോൾ കേക്കിൻ്റെ ആക്സസറീസൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറേ കട്ടേഴ്സൊക്കെ ആവശ്യമുള്ളവർക്ക് ഇതുപോലെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആമസോണിൻ്റെ. നിങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. ഇപ്പോൾ കുറച്ച് വില കൂട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫുട്ബോളൊക്കെ കൈവച്ച് ചെയ്ത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷേ ഇതുപോലെ കട്ടർ വെച്ചിട്ട് ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ടും, അതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 എന്നുള്ളത് തന്നെ ഞാനിപ്പോൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ കട്ടർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. അതുപോലെ നല്ല നീറ്റായിരിക്കും അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ കട്ടർ വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതിനേക്കാളും എത്രയോ നമുക്ക് പണിയും വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നല്ല നീറ്റും ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാനൊരു 3 എന്ന് എഴുതിയിട്ട് ഈ ഒരു റൗണ്ടിലുള്ളതിലേക്ക് ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതിന് ഗമ്മൊന്നും ആവശ്യമില്ല, നമ്മൾ വെള്ളം വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് നല്ല സ്റ്റിക്കായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ കേക്കിൽ ഇതുപോലത്തെ ടോപ്പേഴ്സൊക്കെ വെക്കുമ്പോൾ, ഫോണ്ടൻറ്റിൻ്റെ വെക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് നേരം മുമ്പേ വെക്കരുത്. നിങ്ങൾ അവർക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് മാത്രം വെക്കുക. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ മെൽട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പം വരില്ല. ഇത് പുറത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ അത്യാവശ്യം ചൂട് ക്ലൈമറ്റ് ആണല്ലോ, അപ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റിലുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഫോണ്ടൻറ്റ് മെൽട്ടായിട്ട് നമ്മൾ ഐസിങ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണല്ലോ, അല്ലെങ്കിൽ ബട്ടർ ഐസിങ്ങും അല്ലെങ്കിൽ ഫോണ്ടൻറ്റ് വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ടുള്ള കേക്ക് ആണെങ്കിലും കുഴപ്പമില്ല, എത്ര നേരം മുമ്പ് വേണമെങ്കിലും വെക്കാം. ഇത് നമ്മൾ ഈ ഒരു സാധാ വിപ്പിംഗ് ക്രീം ഐസിങ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ടോപ്പേഴ്സും ഇതുപോലുള്ള ഫോണ്ടൻ വർക്കൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
അപ്പോൾ ഞാനിത് ചെറിയൊരു സ്റ്റിക്ക് കൂടി ഇതിൽ വെച്ചിട്ട് ഒരു ടോപ്പർ പോലെ 3 വെച്ച് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഫോണ്ടന്റ് വർക്ക്സ്. ഇനി ഇതൊക്കെ നമ്മൾ കേക്കിൻ്റെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം കേക്കിലേക്ക് പ്ലേസ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ കേക്ക് റെഡിയാവും. അപ്പോൾ ഇതൊരു ബോയ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു തീം കേക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഞാൻ കപ്പ് കേക്കിലും വെക്കാനായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ബ്ലോക്സിൽ ഞാൻ ഈ എഡിബിൾ ആയിട്ടുള്ള പെന്ന് വെച്ചിട്ട് പിന്നെ പേര് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ അവനെ വീട്ടിൽ വിളിക്കുന്ന പേര് 4 സ്പെല്ലിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എഴുതി കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലായിട്ട്. എന്നിട്ട് കേക്കിലേക്ക് എല്ലാം കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറേ ദൂരമൊക്കെ കൊണ്ടുപോകുന്ന കേക്കാണെങ്കിൽ ഇതിലൊക്കെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കേക്കിലേക്ക് വെക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെത് ഇത് മൂവ് ചെയ്തിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കേക്ക് വെച്ചിട്ട് അതിപ്പോൾ ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫുട്ബോൾ ആയിക്കോട്ടെ സ്പെല്ലിങ്സൊക്കെ ആണെങ്കിൽ നമ്മളൊരു ടൂത്ത് പിക്ക് അതിനുള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ അകത്തേക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ബട്ടർഫ്ലൈ ഒന്ന് ജസ്റ്റ് ഒന്ന് പറക്കുന്ന രീതിയിൽ ഒന്നങ്ങ് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൺഫ്ലവറൊക്കെ സൈഡ്സിലും പകുതിയാക്കിയിട്ടാണ് സൺഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കേക്ക് ചെയ്തതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഒരു ബെൽ ബട്ടൺ വരുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്